പ്രമേഹമുള്ള ആളുകൾ ഈ രീതിയിൽ വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഞാൻ പുട്ടാണ് ഇന്ന് കഴിക്കുന്നത്. അരിപ്പുട്ട് തന്നെയാണ്. ഗോതമ്പ് പുട്ടോ റാഗിപ്പുട്ടോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അരിപ്പുട്ട് തന്നെ നമുക്ക് കഴിക്കാം. ഒരു പാത്രം കടലക്കറി ഞാൻ എടുത്തിട്ടുണ്ട്. കടല എന്ന് പറയുന്നത് പ്രോട്ടീനാണ് അല്ലേ. പിന്നെ ഒരു പൊരിച്ച മുട്ടയും പ്രോട്ടീനാണ്. പക്ഷേ ഈ കടല പ്രോട്ടീൻ ആണെങ്കിൽ ഇതിൽ ഒരു അമിനോ ആസിഡ് മെഥിയോണിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് കുറവാണ്. അപ്പം മുട്ടയാകുമ്പോൾ കംപ്ലീറ്റ് പ്രോട്ടീൻ, എല്ലാ അമിനോ ആസിഡുകളും ഉണ്ട്. ആ രീതിയിൽ ഇത് രണ്ടും ബാലൻസ് ആകും. പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ പ്രോട്ടീൻ്റെ അളവ് നല്ല രീതിയിലുണ്ട്, മുട്ടയായിട്ടും കടലയായിട്ടും. അപ്പോൾ ഈ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ ഈ അരിപ്പുട്ടിൻ്റെ കൂടെ ഈ മുട്ടയും കടലയും, അതായത് പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് ഈ അരിപ്പുട്ടിൽ നിന്നുള്ള പഞ്ചസാര, ഷുഗർ നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നതൊന്ന് മെല്ലെയാകും. മനസ്സിലായില്ലേ? പെട്ടെന്ന് ഷുഗർ കൂടില്ല. അതിൻ്റെ കൂടെ ഞാൻ സലാഡ് കഴിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കുക്കുംബർ. അപ്പോൾ അതിൽ ഫൈബർ ഉള്ളത് കൊണ്ട് വീണ്ടും രക്തത്തിലേക്ക് ഷുഗർ കയറുന്നത് ഒന്ന് മെല്ലെയാകും. ശരിക്കും പറഞ്ഞാൽ ഈ കുക്കുംബറിൽ ഫൈബർ കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് കുറച്ചുകൂടി ബ്രൊക്കോളി പോലുള്ള വെജിറ്റബിൾസ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അതുപോലെ തന്നെ മുട്ട നമുക്ക് പുഴുങ്ങി കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പൊരിച്ചും കഴിക്കാം, കുഴപ്പമില്ല. അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ പോയി, ഇപ്പം പല ആൾക്കാരും എന്നോട് പറയുന്നതാണ് ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്, അപ്പം ഇങ്ങനെ ഡയറ്റ് ഒന്നും നോക്കാൻ പറ്റില്ല എന്ന്. നിങ്ങളൊരു ഹോട്ടലിൽ പോയാലും ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒരു പുഴുങ്ങിയ മുട്ട ഹോട്ടലിൽ ചോദിച്ചാൽ കിട്ടും, കടലക്കറി കുറച്ചുകൂടി ചോദിച്ചാൽ കിട്ടും. പിന്നെ വെജിറ്റബിൾസ് മാത്രമാണ് ചില കടകളിൽ കിട്ടാത്തത്. അത് നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ കൊണ്ടുപോകേണ്ടി വരും, ഒരു പാത്രത്തിൽ. പക്ഷേ ഈ രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കാം. മനസ്സിലായില്ലേ? നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം, ഹെൽത്തി ആയിരിക്കും, ഷുഗർ കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.